ശ്രീ സായിനാഥന് നമസ്കാരം. അദ്ധ്യായം 18, 19. ഹേമന്ത് പന്തിനെ അനുഗ്രഹിച്ചു. സത്തയുടെയും ദേശ്മുഖിൻ്റെയും കഥകൾ. നല്ല ഗുണങ്ങൾ, ഫലപ്രദമാവാനുള്ള ശ്രമം, പല വിധത്തിലുള്ള ഉപദേശങ്ങൾ, ജോലിക്കുള്ള കൂലി. കഴിഞ്ഞ 2 അധ്യായങ്ങൾ എങ്ങനെ ഒരു മാന്യൻ ബ്രഹ്മജ്ഞാനം കിട്ടുവാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹത്തോട് ബാബ എങ്ങനെ പെരുമാറിയതെന്നതിനെ കുറിച്ചും വിവരിച്ചു. ഈ 2 അധ്യായങ്ങൾ എങ്ങനെ ബാബ ഹേമന്ത് പന്തിനെ സ്വീകരിച്ചു അനുഗ്രഹിച്ചുവെന്നും നല്ല ഗുണശീലങ്ങൾ നൽകി അനുഭവസ്ഥനാക്കി എന്നും തന്നെത്താൻ മുന്നേറുവാനുള്ള പാഠങ്ങൾ, അപവാദങ്ങൾ, ജോലിക്കുള്ള കൂലി ഇവകളെയും വിവരിക്കുന്നു. മുഖവരു. സദ്ഗുരു ആദ്യം ഒരാളുടെ അറിവിനെ നോക്കി അതിനുശേഷം അവരുടെ മനസ്സിനെ ഇത്തിരി കൂടി ക്ലേശപ്പെടുത്താതെ അവർക്ക് ആത്മബോധം കിട്ടുവാനുള്ള വഴി പറഞ്ഞു കൊടുത്തിരുന്നു. സദ്ഗുരു പറഞ്ഞ പദങ്ങൾ പുറമേയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന് അവർ വിശ്വസിക്കുന്നു. അത് പറഞ്ഞാൽ പഠിപ്പിച്ചതിൻ്റെ ഫലം ഇല്ലാതാവും. ഇത് ശരിയല്ല. സദ്ഗുരു മഴക്കാലത്തിലെ ഒരു മേഘം പോലെയാണ്. അദ്ദേഹം കവിഞ്ഞൊഴുകുന്നത്, അതായത് അമൃതമായ അറിവിനെ വലുതായി പരത്തുന്നു. ഇത് മനസ്സിലാക്കി ഹൃദയപൂർവമായി നമ്മൾ സന്തോഷിക്കണം. എന്നിട്ടവയെ മറ്റുള്ളവർക്ക് വിശാലമായി കൂടാതെ പറഞ്ഞു കൊടുക്കണം. ഈ ന്യായം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്നതല്ലാതെ നമുക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരുന്നതിനെ സംബന്ധിച്ച് ഒരു സംഗതി ഇവിടെ ഉദാഹരണമായി പറയുന്നു. ഒരമ്മ കൈപ്പുള്ള മരുന്നിനെ തൻ്റെ കുട്ടിയുടെ തൊണ്ടയ്ക്കകത്ത് നല്ല ശരീരഗുണത്തിന് വേണ്ടി നൽകുന്നത് പോലെ സായിബാബ തൻ്റെ ഭക്തന്മാർക്ക് ആത്മീയ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വഴി മറഞ്ഞതോ രഹസ്യമായതോ ആയിരുന്നില്ല, പക്ഷേ തുറന്നതായിരുന്നു. ഭക്തന്മാർ ആ വഴിക്ക് ചെന്ന് അവർക്ക് വേണ്ടത് സ്വീകരിച്ചിരുന്നു. സദ്ഗുരു സായി മാതിരി ബുദ്ധിമാന്മാർ നമ്മുടെ കണ്ണുകൾ തുറന്നു നമുക്ക് ആത്മീയ സൗന്ദര്യത്തെ കാണിച്ചു തന്നു, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാവുന്നു. 2 പഴങ്ങൾ, വിവേകവും വൈരാഗ്യവും നമ്മളിൽ ഉണ്ടായി ഉറക്കത്തിലും കൂടി നമുക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നു. നമ്മൾ സന്യാസിമാരുമായി സംയോജിക്കുമ്പോഴും അവരെ ശുശ്രൂഷിക്കുമ്പോഴും അവരുടെ സ്നേഹം കിട്ടുന്നു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു, കഷ്ടങ്ങളെ ഇല്ലാതാക്കി സന്തോഷിതരാക്കുന്നു. ഈ മുന്നേറ്റം മുഴുവനും സദ്ഗുരുവിൻ്റെതായി കരുതുന്നു. അതുകൊണ്ട് നാം എപ്പോഴും സദ്ഗുരുവിൻ്റെ അരികിൽ ചെല്ലണം, അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കണം, അദ്ദേഹത്തിൻ്റെ കാലുകളിൽ വീണ് ശുശ്രൂഷിക്കണം. ഇനി നമുക്ക് കഥയിലേക്ക് നീങ്ങാം. ബുദ്ധ കൗശിക ഋഷി രാമരക്ഷാ സ്തോത്രം എന്ന ഗ്രന്ഥത്തെ സ്വപ്നത്തിൽ കണ്ടത് വെളിപ്പെടുത്തി ദൈവം നമ്മെ രക്ഷിക്കാനുള്ള സ്തോത്രം. ശ്രീ സത്തെ ലോർഡ് റൂം മുംബൈയിലെ ഗവർണറായ കഫോർഡോനെ അടക്കി ഭരിച്ചിരുന്ന കാലത്ത് ശ്രീ സത്തെ എന്ന് പറഞ്ഞ മാന്യൻ ഉന്നതമായ പ്രസിദ്ധി നേടി മുംബൈയിൽ വസിച്ചിരുന്നു. സത്തയ്ക്ക് തൻ്റെ കച്ചവടത്തിൽ വളരെയധികം നഷ്ടമുണ്ടായി. മറ്റു പല എതിർ സംഭവങ്ങളും അയാളെ തുടർന്ന് കഷ്ടത്തിലാക്കി. അദ്ദേഹം വളരെ മനക്ലേശത്തിലായിരുന്നു. മനഃശാന്തിക്ക് വേണ്ടി കുറേ കാലത്തേക്ക് വീട് വിട്ട് പുറത്തെവിടെയെങ്കിലും പോകുവാൻ ഉദ്ദേശിച്ചു. മനുഷ്യർ സാധാരണയായി ദൈവത്തെ ആലോചിക്കുക പതിവില്ലല്ലോ. പക്ഷേ കഷ്ടങ്ങളും അസ്വാഭാവിക സംഭവങ്ങളും വരുമ്പോൾ അവർ ദൈവത്തെ പ്രാർത്ഥിക്കുകയും വിമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ്റെ കഷ്ടതകളെല്ലാം തീർന്നാൽ ഭഗവാൻ ഒരു സന്യാസി മൂലം അവൻ്റെ മുന്നേറ്റത്തിനുള്ള വഴി കാണിക്കുന്നു. ശ്രീ സത്യയ്ക്ക് അങ്ങനെയുള്ള അനുഭവം ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ ഷിർദിക്ക് പോകുവാനായി ഉപദേശിച്ചു. അവിടെ പല ആളുകളും മനഃശാന്തിക്കും സമാധാനത്തിനും വേണ്ടി സായിബാബയുടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. ശ്രീ സത്യയ്ക്ക് ഇത് നല്ല ആലോചനയായി തോന്നി. 1917 ഷിർദിക്ക് ചെന്ന് ബാബയുടെ ദർശനം ശാശ്വതമായ ബ്രഹ്മാവിനെ പോലെയും ഏതിനോടും തുല്യപ്പെടുത്താനാവാത്തതും തേജസ്വിയും ശുദ്ധനുമായി കാണപ്പെട്ടു. ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സ് ചഞ്ചലമായിരുന്ന അവസ്ഥ വിട്ട് വളരെ നിശ്ചലമായി. പൂർവജന്മ പുണ്യമാണ് അദ്ദേഹത്തെ പുണ്യവാനായ ബാബയുടെ കാലടിയിലേക്ക് കൊണ്ടുവന്നതെന്ന് വിചാരിച്ചു. അദ്ദേഹം ഒരു ദൃഢ മനസ്സുള്ളവനായിരുന്നു. ഉടനെ ഒരു ഗുരു
ചൈത്ര പാരായണം ചൊല്ലുവാൻ ആരംഭിച്ചു. ആ സപ്താഹം 7 ദിവസങ്ങൾ കൊണ്ട് സമാപിച്ചു. ബാബ അന്ന് രാത്രി സത്യയ്ക്ക് സ്വപ്ന ദർശനം കൊടുത്തു. അതായത് ബാബ ഗുരു ചൈത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിന്റെ മുമ്പിലിരുന്ന ശ്രദ്ധയോട് കേട്ടുകൊണ്ടിരുന്ന സത്യയോട് പറയുന്നതായി കാണപ്പെട്ടു. ഉണർന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷഭരിതനായി. അറിവില്ലാതെ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ളവരെ ബാബയുടെ അതിരില്ലാത്ത കാരുണ്യം കൊണ്ട് ഗുരുചരിത്രം എന്ന അമൃതം കൊടുത്തുവെന്നും സത്യ വിചാരിച്ചു. അടുത്ത ദിവസം കാക്കാ സാഹിബ് ഡിക്സിറ്റിനോട് താൻ കണ്ട സ്വപ്നവും ഒരാഴ്ചയ്ക്ക് സപ്താഹം വായിച്ചാൽ മതി എന്നുള്ള പ്രശ്നത്തെ ബാബയോട് ചോദിക്കുവാനായും അല്ലെങ്കിൽ ഇനിയും വായന തുടരട്ടെയോ എന്ന് അപേക്ഷിക്കുവാനായും ആവശ്യപ്പെട്ടു. കാക്കാ സാഹിബ് തനിക്ക് നല്ല ഒരു അവസരം കിട്ടിയപ്പോൾ ബാബയോട് ചോദിച്ചു, ദേവ, എന്താണ് നിങ്ങൾ സത്യയോട് സ്വപ്നത്തിൽ പറഞ്ഞത്? അദ്ദേഹം സപ്താഹം നിർത്തണമോ അല്ല തുടരണമോ? അദ്ദേഹം ഒരു സാധാരണ ഭക്തനാണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റണം. പിന്നീട് ബാബ പറഞ്ഞു, അദ്ദേഹം ഒരു പ്രാവശ്യം കൂടി സപ്താഹം നടത്തണം. അത് ശ്രദ്ധയോടെ പഠിച്ചാൽ ഭക്തൻ ശുദ്ധനാവുകയും അതിനാൽ നന്മയുണ്ടാവുകയും ചെയ്യും. ഭഗവാൻ സന്തോഷിക്കുകയും അദ്ദേഹത്തെ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്യും. ഇതിൻ്റെ തുടർഭാഗം അടുത്ത വീഡിയോയിൽ